മോനെ പൊളി. ഹായ് ഗൈസ്, എൻ്റെ പേര് ജോസി. എൻ്റെ ഒരു പുതിയ യൂട്യൂബ് ചാനലായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഇന്നത്തെ ഒരു ചെറിയ ട്രാവൽ വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്കൊരു ചെറിയ ട്രിപ്പ് പോയിട്ട് വരാം. എൻ്റെ ഫ്രണ്ട് അഖിലിൻ്റെ വൈഫ് അഞ്ജന, എൻ്റെ വൈഫ് റോഷ്നി, ഞങ്ങൾ 4 പേരുടെയാണ് ട്രിപ്പ് പോകുന്നത്. അപ്പോൾ അഖിൽ കാറുമായിട്ട് വന്നു. ലേഡീസിന് കുറച്ച് ഫ്രീഡം കൊടുക്കുന്ന മോഡേൺ ഫാമിലി ആയതുകൊണ്ട് ഞങ്ങൾ 2 പേരും ബാക്കിൽ കയറി. പോകുന്ന സ്ഥലം ഇതുവരെ പറഞ്ഞില്ല അല്ലേ. നമ്മൾ തഞ്ചാവൂർ സ്റ്റൈലിൽ പണി കഴിപ്പിച്ചൊരു കോട്ടയത്തുള്ള ഒരു അമ്പലം കാണാൻ വേണ്ടി പോകുന്നത്. അത് നമ്മുടെ കോട്ടയം കറുകച്ചാലിനടുത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഇതിന് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരപ്പുകാട് ദേവി ടെമ്പിളിൽ നിന്ന് നമ്മൾ ഗൂഗിൾ മാപ്പിൽ അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷനിലെത്താൻ സാധിക്കും. എൻ്റെ ലൊക്കേഷൻ കറക്റ്റായിട്ടുള്ളത് ഞാൻ ബയോയിൽ കൊടുക്കാം. അഞ്ചരയുടെ ഡ്രൈവിംഗ് സ്കിൽ കാരണം എത്രയും പെട്ടെന്ന് എത്തുമെന്ന് തോന്നുന്നു. കറക്റ്റ് ലൊക്കേഷൻ എത്തി. പരപ്പുകാട് ശ്രീ മഹാദേവി ക്ഷേത്രം. ഇനിയിപ്പോൾ അഖിലിനൊന്ന് വ്ളോഗ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്നാൽ ഞാൻ അഖിലിനെ കൊണ്ട് സംസാരിപ്പിക്കാം. അവനൊന്ന് സംസാരിക്കട്ടെ. കേരളത്തിൽ പല പല ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ട്. പക്ഷേ നമ്മൾ എപ്പോഴും ഒരേ സ്ട്രക്ചേഴ്സ്, ഒരേ ആർക്കിടെക്ചർ ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ മരത്തിലിരിക്കുകയായിരിക്കും. ഇത് നമ്മൾ കാണുമ്പോൾ ഒരു വെറൈറ്റി ആർക്കിടെക്ചർ. ഇത് നമ്മൾ കേരളത്തിൽ ഇതുവരെ കാണാൻ. അതേസമയം നമ്മൾ ഈ പോകുന്ന വഴി കണ്ടല്ലോ, ഒരു നൈസ് വ്യൂ ആണല്ലോ. ലൈക്ക് 2 സൈഡിലും എന്തോ പൊളി. ഫോട്ടോ കണ്ട ഇങ്ങനല്ലായിരുന്നു. ഞങ്ങൾ ഒരിക്കലും ഇത്ര ഒരു ആംബിയൻസ് പ്രതീക്ഷിച്ചില്ല. അത്ര അടിപൊളി ഒരു സ്ഥലം. ഒരു വലിയൊരു ഗ്രൗണ്ടിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഒരു തമിഴ്നാട് വന്ന ഫീലൊക്കെ. കാരണം ഇതുപോലത്തെ ആ ടെമ്പിളൊക്കെ നമ്മൾ അവിടെ കണ്ടിട്ടുള്ളൂ. കോട്ടയത്ത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അമ്പലം കാണുന്നത്. അത്രയും മനോഹരമാണ്. ഒരു ഭയങ്കര പീസ്ഫുൾ ആംബിയൻസ്. അപ്പോൾ അതിന് മുന്നേ ഇതൊരു ചെറിയ സെൽഫി വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു. അപ്പം എൻ്റെ കോപ്രായം കണ്ടാന്ന് തോന്നുന്നു, റോഷുവാണ് ചിരിയോട് ചിരിയായിരുന്നു. നമ്മളെ ഏറെ കയറ്റാവുന്ന ഒരു ഇതും അവൾ മിസ്സാക്കത്തില്ല. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങളിത് ഈ ഒരു ബോർഡ് കാണുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഇനി ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റത്തില്ലല്ലോ എന്നൊരു ഡൗട്ട്. ഉടനെ അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ സെക്യൂരിറ്റി അടുത്ത് ചോദിച്ചപ്പം പുള്ളി പറഞ്ഞു DSLRും ഡ്രോണും അലൗഡ് അല്ല. പിന്നെ അമ്പലത്തിൻ്റെ അകത്തും ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല. അമ്പലത്തിൻ്റെ പുറത്ത് മൊബൈൽ ഫോട്ടോഗ്രാഫി മാത്രം അലൗഡാണെന്ന് പറഞ്ഞു. ഈവനിങ് ഒക്കെ ഈ ഒരു സ്ഥലത്ത് വന്നിരിക്കാനായിട്ട് നല്ല പീസ്ഫുൾ വൈബ് ആവട്ടെ. ഭയങ്കര സൈലൻസാണ് ഇവിടെ വന്നിരിക്കാനായിട്ട്. നിങ്ങളിതിൻ്റെ ഈ ലുക്ക് തന്നെ നോക്കിയാൽ മതി. അമ്പലത്തിൻ്റെ നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. ഞങ്ങൾ ചെന്നപ്പോൾ ഈ പരിസരത്തെങ്ങും ഒരു മനുഷ്യനില്ലായിരുന്നു. അപ്പോഴാണ് ഈ ചായക്കട ഞങ്ങളുടെ കണ്ടിപ്പെടുന്നത്. അവിടെ പോയൊരു ചായ കുടിച്ച് അമ്പലത്തിനെ പറ്റി ചോദിക്കുകയും ചെയ്യാമല്ലോ എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ അതേ സെക്യൂരിറ്റി ചേട്ടൻ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതേ ഇതിൻ്റെ മുന്നിൽ നല്ല ചൂട് വെട്ടുകയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊരു ചായ കുടിച്ച് സെക്യൂരിറ്റി ചേട്ടനോട് കാര്യങ്ങൾ ചോദിച്ചു. അപ്പം പുള്ളി പറഞ്ഞ് 13 വർഷം മാത്രം പഴക്കമുള്ളൊരു അമ്പലം ഇത്. അതൊരു അമേരിക്കക്കാർ പണിതാണ്. അവർ എല്ലാം അമേരിക്കയിലാണ്. അപ്പം ഇവിടെ ആരുമില്ല. അപ്പം തമിഴ്നാട്ടിൽ നിന്ന് ആർക്കിടെക്ചർ വന്നിട്ടാണ് ഇത് നിർമ്മിച്ചതൊക്കെ. തഞ്ചാവൂർ സ്റ്റൈലിലാണ് ഈ അമ്പലം ഉണ്ടാക്കിയിരിക്കുന്നത്. 13 ജ്ഞാനപ്രതിഷ്ഠയായ ദേവിയെ കൂടാതെ 13 മൂർത്തികളുടെ പ്രതിഷ്ഠയും ഇതിനകത്തുണ്ട്. ശ്രീരാമൻ്റെയും ഹനുമാൻ്റെയും ശില്പത്തിന് മാത്രം 9 അടി വലിപ്പമുണ്ട്. ജനുവരി മാസത്തിലെ പൊങ്കാലയ്ക്ക് 5 ദിവസം മുമ്പാണ് ഇവിടുത്തെ ഉത്സവം ആരംഭിക്കുന്നത്. രാവിലെ 5:30 മുതൽ 10 മണി വരെ, വൈകിട്ട് 5:30 മുതൽ 7 മണി വരെയാണ് തുറക്കുന്ന സമയം. ഇപ്പോൾ സമയം ഒരു 5:30 ആയി. ഞങ്ങൾ കുറച്ച് നേരത്തെയാണ് വന്നത്. അപ്പോഴേക്കും കുറച്ച് ആൾക്കാരൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളൊന്ന് അകത്ത് കയറിയിട്ട് വരാം. അമ്പലത്തിനുള്ളിൽ കയറി ഞങ്ങൾ ഇറങ്ങി തിരിച്ച് പോവുകയാണ്. അപ്പോൾ അകത്ത് ക്യാമറ അലൗഡ് അല്ലാത്തതുകൊണ്ടാണ് അകത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തത്.
അകത്തെ കാഴ്ചകൾ വളരെ മനോഹരമാണ്. കാരണം അകത്ത് നമുക്ക് ആകാശമൊക്കെ കാണുന്ന രീതിയിൽ ഒരു ഫുൾ കവറിങ് ആയിട്ടുള്ള രീതിയിലല്ല ഇത് അകം പണിത് വെച്ചേക്കുന്നത്. അപ്പം നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.